പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ വെന്റിലേഷനിലൂടെ പുറത്തേക്കെറിഞ്ഞ യുവതി ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ജീവനക്കാരെത്തി പരിശോധിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ഒരു പീരിയഡ്സിന്റെ പെയിൻ എന്നുള്ള രീതിയിൽ ബാക്ക് പെയിൻ ആയിട്ടായിരുന്നു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നത്. 9 മണിയൊക്കെ ഉള്ള ആ സമയത്തായിരുന്നു വന്നിരുന്നത്. അപ്പം വന്നിരുന്ന സമയത്ത് തന്നെ ആൾക്ക് നല്ല വേദനയുണ്ട്, നടുവേദനയുണ്ട്, പെയിൻ കില്ലേഴ്സ് തരണമെന്ന് പറഞ്ഞ് തന്നെ വന്നത്. നമ്മൾ പെയിൻ കില്ലേഴ്സ് കൊടുത്തിട്ട് പേഷ്യന്റ് ഒബ്സർവേഷൻ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് വയറ് കണ്ടപ്പോൾ ചെറിയൊരു സംശയം പോലെ ഉണ്ടായിരുന്നു. ഫ്രീക്വന്റ് ആയിട്ട് ഞാനും ഇവിടെ ഡോക്ടറും സിസ്റ്റർമാരും ഒക്കെ പോയി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും പീരിയഡ്സ് മിസ്സായിട്ടുണ്ടോ അങ്ങനെയൊക്കെ. അപ്പം ആള് കറക്റ്റ് റെഗുലറായിട്ട് പീരിയഡ്സ് വരുന്നത്, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വയറ്റിൽ ചെറിയത് കൊഴുപ്പടിഞ്ഞ പോലെ സംശയമുണ്ട്, ഇടയ്ക്ക് സ്കാൻ ചെയ്തപ്പം അങ്ങനെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് സംശയം കാരണം ആളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 12 മണിയോടൊക്കെ അടുപ്പിച്ച് ഈ പേഷ്യന്റ് നമ്മൾ ഒബ്സർവേഷൻ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടാ ഇവിടുത്തെ അസിസ്റ്റന്റ് ചേട്ടനും പിന്നെ ഡോക്ടറും എല്ലാം കൂടെ പോയി ബാക്കിൽ പോയി നോക്കുന്ന സമയത്ത് ഒരു പെൺകുഞ്ഞിനെ കിട്ടിയത്. അപ്പം തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ട് 2 പേരെ നമ്മുടെ വണ്ടാനത്തേക്ക് റെഫർ ചെയ്തു. നമുക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, എന്തിനൊക്കെ ടിയർ ഉണ്ടായിരുന്നു, മിക്കവാറും വലിച്ച് മുറിച്ചത് അങ്ങനെയൊക്കെ. BM ഇർഷാദ് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ഇർഷാദ്, ഈ പ്രതികരിച്ചവരാരാണ്? അവിടുത്തെ ഡോക്ടർമാരാണോ? ഒപ്പം തന്നെ ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? ഇത് ഗർഭിണിയാണ് എന്നുള്ള കാര്യം ആ ഡോക്ടർമാർക്ക് മനസ്സിലായില്ല. അങ്ങനെ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടു. എന്താണ് ഇത് സംഭവിച്ചത്? തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുലർച്ചെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ സംസാരിച്ചത് അവിടുത്തെ ഡോക്ടർമാരാണ്. കാര്യം കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവരായിരുന്നു അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടേഴ്സ്. ഈ രാത്രി 9 മണിയോടെയാണ് ഈ 19-കാരിയായ വിദ്യാർത്ഥിനി അവിടെ എത്തുന്നത്. എത്തുമ്പോൾ വയറുവേദന, നടുവേദന, വയറുവേദന എന്നൊരു അസ്വസ്ഥമായിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ഇവർ തന്നെയാണ് അവരെ നോക്കിയിരുന്നത്. അത് നോക്കുമ്പോൾ തന്നെ ഇതിന് എന്തൊരു വല്ലാത്ത ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ തന്നെ അവരെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാണ് അവർ പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ തന്നെ ഇവർക്ക് അത് മനസ്സിലായി എന്ന രീതിയിലാണ്, അതായത് പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണം ഇവർക്കുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാര്യം അപ്പോൾ തന്നെ ഇവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറയുന്നത് ഒരു കൊഴുപ്പ് അടിഞ്ഞതാണ് എന്ന രീതിയിലാണ് ഇവർ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ശുചിമുറിയിലേക്ക് പോകുന്ന സമയത്താണ് ഈ പ്രസവം നടക്കുന്നത്. കാര്യം അവൻ തന്നെ അതിന്റെ പൊക്കിൾ കൊടി എങ്ങനെയാണ് മുറിച്ചതെന്ന് പോലും അവർക്കറിയില്ല. കാര്യം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് രാവിലെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാര്യം 1 മണിയോടെയാണ് ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. പെൺകുഞ്ഞാണ്. കാര്യം ഒരു ബന്ധുവായിട്ടാണ് ഈ കുട്ടി ഇന്നലെ 9 മണിക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാര്യം ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ തൊട്ടടുത്ത ഇവരുടെ നേഴ്സിംഗ് സൂപ്രണ്ടും അല്ലെങ്കിൽ ഇവരുടെ നേഴ്സിംഗ് അവരുടെ ജീവനക്കാർ ഈ കുഞ്ഞിന് കരച്ചിൽ കേട്ടാണ് പെട്ടെന്ന് ഈ കുഞ്ഞിനെ എടുക്കുന്നതും ഇവർക്ക് തീവ്ര പരിചരണ വിഭാഗവുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഈ കുഞ്ഞിനെയും തള്ളയും കൊണ്ടുപോകുന്നത്. ഇർഷാദാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഞെട്ടലോടെ മാത്രമേ ഈ വാർത്ത കേൾക്കാൻ കഴിയുന്നുള്ളൂ. 19 വയസ്സുകാരിയായ അവിവാഹിതയാണ്. ഈ ഗർഭിണിയായി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് ബാത്റൂമിൽ വെച്ച് പ്രസവിക്കുകയും കുഞ്ഞിനെ എടുത്തെറിയുകയും ചെയ്തു. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് മനസ്സിലാവാത്തത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.